കോഴിക്കോട് വിവിധയിടങ്ങളിൽ വീട് വാടകയ്ക്കെടുത്ത് ഉടമയറിയാതെ പണയത്തിന് നൽകി പണം തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിലായി. അശോകപുരം സ്വദേശി മെർലിൻ ഡേവിസ്, വളയനാട് മാങ്കാവ് സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, കൊച്ചിയിൽ സമാനമായ രീതിയിൽ ഈ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. ഇതിപ്പോൾ എന്താണ് കോഴിക്കോടത്തെ സ്ഥിതി? പ്രജിൻ, ഇതൊരു നൂതനമായ തട്ടിപ്പ് രീതിയാണ്. സാധാരണഗതിയിൽ വസ്തു തട്ടിപ്പൊക്കെയാണ്. ഇത് എങ്ങനെയെന്നാൽ ആദ്യം ഒരു വീട് വാടകയ്ക്കെടുക്കും. വാടകയ്ക്കെടുത്തതിന് ശേഷം ആ വീട് മറ്റൊരാൾക്ക് പണയത്തിന് നൽകി കോടികൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. അതായത് ഈ 2 പേർ, അശോകപുരത്തെ മെർലിനും അതുപോലെ തന്നെ ഈ മാങ്കാവിലെ നിസാറും, ഇവർ 2 പേരും ചേർന്ന് നടത്തിയത് കോടികളുടെ തട്ടിപ്പാണ്. ഇതിൽ ആദ്യം തന്നെ നടക്കാവിലെ ഒരു പരാതിക്കാരിയുടെ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് ഈ 2 പേരും സമാനമായ രീതിയിൽ നിരവധി പേരെ പറ്റിച്ചുള്ള കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ ഒരു യുവതിയോട് 25 ലക്ഷം രൂപയാണ് പണയത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. പിന്നീട് 2,80,00,000 രൂപ ആവശ്യപ്പെടുന്നു. അതിനുശേഷം 7 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. ഇവർ ഒടുവിൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി പരാതി നൽകിയപ്പോൾ ആ പരാതിയിലുള്ള അന്വേഷണത്തിലാണ് നടക്കാവ് പോലീസ് എലത്തൂർ, ചേവായൂർ തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിൽ കോഴിക്കോട് സിറ്റിയിൽ തന്നെ വലിയ തട്ടിപ്പിൻ്റെ ഒരു ശൃംഖല തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇവരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റു കേസുകളിൽ കൂടി ഇവർ പ്രതികളാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, യെസ്, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.